കൂട്ടുകാർക്ക് ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ടൈപ്പുകളും അതുപോലെ തന്നെ അത് നട്ടുകൊടുത്ത രീതിയൊക്കെയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ വെറൈറ്റി ആയിട്ട് മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഹാങ്ങിങ് ആയിട്ട്. അതുപോലെ തന്നെ പോട്ടിൽ നമ്മളൊരു ആർച്ച് പോലെ സെറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളക്ഷൻസൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. നമ്മളടുത്ത് വെറൈറ്റി ആയിട്ടുള്ള എൻജോയ് പത്തോസ് ഉണ്ട്, അതുപോലെ തന്നെ മാർബിൾ പത്തോസ്, പിന്നെ നമ്മുടെ മഞ്ജുള, സിൽവർ സാറ്റൻ മണി പ്ലാന്റ്, ഇത് നമ്മുടെ ഗോൾഡൻ മണി പ്ലാന്റ് ആണ്. ഇതതുപോലെ തന്നെ എൻജോയ് പത്തോസാണ്. നല്ല ലൈറ്റ് യെല്ലോ കളറിലുള്ള നിയോൺ പത്തോസ് ഉണ്ട്. മണി പ്ലാന്റ് ഒക്കെ നമ്മൾ വാട്ടർ പ്രൊപ്പഗേഷനും ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും അതും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വാട്ടർ പ്രൊപ്പഗേഷനിൽ ചെയ്തതാണ്. നമ്മൾ വാട്ടറിൻ്റെ ബോട്ടിലൊക്കെ ഒഴിഞ്ഞിട്ടുള്ള കുപ്പിച്ചില്ലിൻ്റെ ഒരു ബോട്ടിലാണ്. അതിൽ നമ്മൾ 3 വെറൈറ്റി ആയിട്ടുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഫിലഡൻഡ്രോൺ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഫിലഡൻഡ്രോൺ ബ്രസീലിയൻ എന്നാണ്. നമുക്ക് മണി പ്ലാന്റുമായിട്ട് ഏകദേശം സാമ്യമുള്ളൊരു പ്ലാന്റാണ്. ഇത് നമ്മൾ ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻജോയ് പത്തോസും വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നിയോൺ പത്തോസും നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മണി പ്ലാന്റിൽ തന്നെ ഏറ്റവും വലിയൊരു കളക്ഷനാണ്. ഇത് നമ്മൾ സാധാ ഗോൾഡൻ മണി പ്ലാന്റ് ആണ്. നമ്മളിതൊരു വലിയൊരു വള്ളിയായിട്ട് കെട്ടിയിട്ട് നമ്മുടെ ടെറസിൻ്റെ സൺസൈഡിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇത് ഏകദേശം കുറേ വർഷങ്ങളായി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ തന്നെ നിൽക്കുന്നു. കൂടുതലായിട്ട് ഹാങ്ങിങ് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക ചെയ്യാവുന്നതാണ്. ഇതുപോലെ പല രീതിയിൽ നമുക്ക് മണി പ്ലാന്റ് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ട് നമ്മളെ വീടിനകത്തും പുറത്തും ഒരുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വളർത്താവുന്ന ഒരു ചെടിയാണ് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത്. ചെറിയൊരു ലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മണി പ്ലാന്റ് ഒക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. ഈ ഒരു മണി പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ തണ്ട് ശ്രദ്ധിച്ചറിയാം, ഓരോ ലീഫിനോടിൽ നിന്ന് കുറേ വേരുകൾ വന്നിട്ടുണ്ടാവും. ഓരോ ലീഫിനോട് ശ്രദ്ധിച്ചാലും നമുക്ക് കാണാൻ കണ്ടില്ലേ, ഓരോ ലീഫിനോടിൻ്റെ അടിയിൽ നിന്ന് നന്നായിട്ട് വേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഇല കുഴിച്ചിട്ടാൽ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇതുപോലെ തഴച്ച് വളർത്തിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാണ് നമ്മൾ ഈ ഒരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ പോട്ടാകെ നിറഞ്ഞ് നല്ലൊരു ബുഷിയായിട്ട് തന്നെ ചെടി ഉണ്ടായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും നമ്മളങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ നിയോൺ പത്തോസാണ്. നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ നോടുകൾ താഴോട്ട് തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഹാങ്ങിങ് ആയിട്ടൊക്കെ നല്ല ബൾക്കി ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. ഈ ഒരു എൻജോയ് പത്തോസ് തന്നെ നമ്മളൊരു റിങ് പോലത്തെ ഒരു വളച്ചിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൽ സെറ്റ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ഏകദേശം വളർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു 2 ഭാഗത്തുള്ള പോർഷനിലേക്കും വളർന്ന് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വളർന്ന് വന്നാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ ആർച്ച് പോലെ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഓരോ കട്ടിങ്സിൽ നിന്നാണ് നമ്മൾ ഇതുപോലുള്ള ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് മഞ്ജുള പത്തോസിൻ്റെ ഒരു പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഒരു പോട്ടിലേക്ക് നട്ടു കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബുഷിയായിട്ട് എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു പീസ് ഇതാണ്. ഇത് നമ്മൾ നിയോൺ പത്തോസിൻ്റെ ഒരു കട്ടിങ്സാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഏകദേശം ഇവിടെ വെച്ചിട്ട് മുറിക്കുന്നുണ്ട്. ഈ ഒരു പീസ് തന്നെ നമുക്ക് 2-3 പീസാക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഈ ഒരു പീസ് തന്നെ 2 ആക്കിയിട്ട് മുറിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു നടുഭാഗത്ത് നോക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഈ നിയോൺ പത്തോസ് ഒരു 3-4 പീസാക്കി എടുക്കുന്നുണ്ട്. ഇതിന് ഓൾറെഡി വേരുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടായി കിട്ടുന്നുള്ളതാണ്. ഇത് നമ്മൾ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവർ വലിപ്പമില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിലത്തെ ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്കിങ്ങനെ വെച്ച് കട്ട് ചെയ്ത് കെട്ടിയിട്ടൊക്കെ നമുക്ക് വാട്ടർ പ്ലാന്റൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ വെക്കാനുള്ള പോട്ട് ഇതാണ്, ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോട്ടി മിക്സ് ആയിട്ടുള്ള ഗാർഡനിങ് സോയിലും കുറച്ച് ഉണക്കച്ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എന്നിട്ട് ഇതിലേക്ക് കുഴിച്ചിട്ട് കൊടുക്കാം. നമുക്ക് തണ്ടുകളൊന്ന് വേഗം ആഴ്ന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്കിനി ഓരോ പീസായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ജസ്റ്റ് നമ്മളൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അത്യാവശ്യം
വെള്ളമുള്ള മണ്ണായതുകൊണ്ട് തന്നെ വേഗം താഴ്ന്നിറങ്ങിക്കോളും. ഇതുപോലെ നമ്മൾ ഓരോ കഷ്ണം ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ പീസും വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ പോട്ടായതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഒരു 5-6 പീസ് തന്നെ ഒരു പോട്ടിൽ തന്നെ വെച്ച് കൊടുക്കാം. ഏകദേശം ഒരേ സൈഡിലേക്ക് തന്നെ ലീഫ് വരുന്ന ഭാഗത്തിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം ഈ ഒരു പ്ലാന്റ് നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഒരു ലൈറ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസും ഇതുപോലെ തന്നെ പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് 1-2 വട്ട ദിവസങ്ങളിൽ നമ്മളൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പുതിയ ലീഫുകളും അതുപോലെ തന്നെ വേരോട് കൂടിയിട്ടുള്ള ഓരോ തൈകൾ വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത പോലെയുള്ള ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മണി പ്ലാന്റൊക്കെ എളുപ്പത്തിൽ ബുഷിയായിട്ട് ബൾക്കായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. അടുത്ത വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പം പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.